ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മനോഹരമായ സ്ഥലം, അതായത് മിനി ഊട്ടിയിലെ കുറച്ച് കിടിലൻ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മിനി ഊട്ടിയിലെ കുറച്ച് കിടിലൻ കാഴ്ചകളിലേക്ക് പോകാം. മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി നമ്മുടെയൊക്കെ ശ്വാസം കവർന്നെടുക്കുന്ന കേരളത്തിൻ്റെ ഒരു ഒളിഞ്ഞിരിക്കുന്ന രത്നം എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ചെന്ന സമയത്ത് അവിടെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആ കാലാവസ്ഥ മാറി പതുക്കെ അങ്ങോട്ട് മൂടി ഒരു സന്ധ്യയായ പ്രതീതിയൊക്കെയായി. പിന്നെ മഴ പെയ്യാൻ തുടങ്ങി, നല്ല കോടമഞ്ഞ് കയറി. അതിനുശേഷം മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം മഴ പെയ്തതിന് ശേഷം അവിടെ ഉള്ള കാഴ്ച എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഇതാണ് മഴയ്ക്ക് ശേഷം അവിടെ വന്ന അനുഭവം. അതായത് മഞ്ഞ് കയറി നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം മിനി ഊട്ടിയിലെ ഏറ്റവും കിടിലൻ കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിന് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വൈകുന്നേരം ഒരു 7 മണി ആയി കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ DJയും പാർട്ടിയും പരിപാടിയൊക്കെ ഉണ്ട്. അതായത് ഒരു പാട്ടൊക്കെ ഇട്ട് തരും, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. സംഭവം പൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മിസ്റ്റി ലാൻഡ്, അതായത് മിനി ഊട്ടിയിലെ ഏറ്റവും നല്ല കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അതുകൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. മിനി ഊട്ടിയെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറി മാറി വരുന്ന കാലാവസ്ഥ തന്നെയാണെന്ന് നമുക്ക് അവിടെ ചെന്നേരി മനസ്സിലാകും കേട്ടോ. പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്. അതുപോലെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട വരുമ്പോഴത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും അങ്ങനെ കുറേ നല്ല നല്ല അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും കേട്ടോ. അതേ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി DJ മൂഡായി. സംഭവം പൊളി കേട്ടോ. അപ്പോൾ എന്തായാലും DJക്കും കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ കുറച്ച് ആൾക്കാരെ, അതായത് ഇത്ര നമ്പേഴ്സ് ഉണ്ട്, അത്ര ആൾക്കാരെ മാത്രമേ ഒരു സമയത്ത് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറ്റി വിടത്തുള്ളൂ. കാരണം അത് മറ്റൊന്നുമല്ല, നമ്മുടെ സേഫ്റ്റി ഓർത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. നമ്മുടെ കണ്ണെത്താത്ത ദൂരത്തോളം ഇങ്ങനെ നല്ല പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. സംഭവം വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല കിടിലൻ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മിസ്റ്റി ലാൻഡിലെ ഗ്ലാസ് ബ്രിഡ്ജ് സമ്മാനിക്കുന്നത്. മിനി ഊട്ടിയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് 15 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതിദത്ത പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, ബോട്ടിങ്, സിപ്പ് ലൈന്, റോക്ക് ക്ലൈമ്പിങ് തുടങ്ങിയ വിവിധ സൗകര്യങ്ങൾ പാർക്കിലുണ്ട്. ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെ വിശാലമായ കാഴ്ചകൾ പാർക്കിൽ നിന്ന് ആസ്വദിക്കാനും കഴിയും. അങ്ങനെ എന്തുകൊണ്ടും കിടിലൻ കാഴ്ചകൾ നമ്മുടെ യാത്രക്കാരിൽ അല്ലെങ്കിൽ നമ്മുടെ സന്ദർശകരിൽ എത്തിക്കുന്ന വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ് മിസ്റ്റി ലാൻഡ്. നമ്മൾ മിസ്റ്റി ലാൻഡ് ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു അക്വേറിയാണ് കേട്ടോ, ഒരു ടണൽ അക്വേറിയാണ്. അപ്പം അതിനുള്ളിലെ കാഴ്ചകളാണ്. വിവിധ തരത്തിലുള്ള ഒരുപാട് മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നല്ല രീതിയിലാണ് അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്ക് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് മുന്നോട്ട് കാണാം കേട്ടോ. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നതിനൊപ്പം തന്നെ നമുക്ക് മിനി ഊട്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് അറിഞ്ഞാലോ. ദക്ഷിണേന്ത്യയിലെ കുന്നിൻ പ്രദേശങ്ങളുടെ റാണിയായ ഊട്ടി സന്ദർശിക്കണമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഊട്ടിയോട് സാമീപ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ മിനി ഊട്ടി. കോഴിക്കോട് നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെ മലപ്പുറം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1050 അടി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന പ്രകൃതിരമണീയമായ സ്ഥലമായ അരിമ്പറ കുന്നുകൾക്ക് നൽകിയിരിക്കുന്ന വിളിപ്പേരാണ് മിനി ഊട്ടി. താഴ്വരകളുടെയും കുന്നുകളുടെയും മനോഹരമായ കാഴ്ചകൾ, പ്രകൃതിദത്ത പാർക്ക്, ഗ്ലാസ് പാലം, ഹൈക്കിംഗ് പാതകൾ തുടങ്ങി നിരവധി ആകർഷണങ്ങൾ. സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണിത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ഒരു ഉന്മേഷദായകമായ യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
മലപ്പുറത്തെ മിനി ഊട്ടി നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. എല്ലാ തരം സഞ്ചാരികൾക്കും അനുയോജ്യമായ നിരവധി ആകർഷണങ്ങളും പ്രവർത്തനങ്ങളും മിനി ഊട്ടി വാഗ്ദാനം ചെയ്യുന്നു. സാഹസികത, വിശ്രമം, സംസ്കാരം എന്നിവ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിരുചിക്കും മാനസികാവസ്ഥയ്ക്കും അനുയോജ്യമായ എന്തെങ്കിലും മിനി ഊട്ടിയിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താനാകും. മിനി ഊട്ടിയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് 15 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതിദത്ത പാർക്കാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മിനി ഊട്ടിയിലെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഗ്ലാസ് ബ്രിഡ്ജ്. 150 മീറ്റർ നീളവും 70 മീറ്റർ ഉയരവുമുള്ള ഈ പാലം സന്ദർശകർക്ക് ആവേശകരമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു. മിനി ഊട്ടിയിലെ പ്രധാന ആകർഷണം താഴ്വരകളുടെയും കുന്നുകളുടെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. അത് നിങ്ങളുടെ ശ്വാസം എടുത്തു കളയും. മിനി ഊട്ടിയിലെ വിവിധ വീക്ഷണകോണുകളിൽ നിന്ന് പ്രകൃതിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ, മൂടൽമഞ്ഞ് നിറഞ്ഞ മേഘങ്ങൾ, വർണ്ണാഭമായ പൂക്കൾ, തിളങ്ങുന്ന വെള്ളച്ചാട്ടങ്ങൾ എന്നിവ നിങ്ങൾക്ക് കാണാൻ കഴിയും. മിനി ഊട്ടിയിൽ നിന്ന് സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനും ആകാശത്തിന്റെ മാറുന്ന നിറങ്ങളിൽ അത്ഭുതപ്പെടാനും നിങ്ങൾക്ക് കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വളരെ മനോഹരമായ ഒരു ടണൽ അക്വേറിയം അവിടെ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ ആ ടണൽ അക്വേറിയം. അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഒരുപാട് മീനുകൾ, ഞാൻ ഇന്നുവരെ കാണാത്ത ടൈപ്പ് കുറേ മീനുകളെയൊക്കെ അവിടെ നിന്ന് കാണാൻ സാധിച്ചു. അതുപോലെ ഇതൊന്നും കൂടാതെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. മനോഹരമായ ഗ്ലാസ് ബ്രിഡ്ജ്, നല്ല മനോഹരമായ കാലാവസ്ഥ, ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി അഥവാ മിസ്റ്റി ലാൻഡ് എന്ന് പറയുന്ന ഈ വളരെ മനോഹരമായ സ്ഥലം. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലും പിന്നെ പെട്ടെന്ന് മഴയും തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മഴ ആയതുകൊണ്ടാണ് നമുക്ക് കൂടുതലും പുറത്തെ കാഴ്ചകൾ അധികം നമുക്ക് കാണിക്കാൻ സാധിക്കാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഒരിക്കൽ കൂടി മിനി ഊട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നല്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും ഈ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ കുറേ വീഡിയോസുമായി കാണാം. അതുവരെ ബൈ.